നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഓണ്ടർപ്രനേഴ്സ് പണ്ഡിത സഭ, അതുപോലെ ഇവരുടെ സക്കാഫി പ്രതിനിധി സംഘമുണ്ട്. എൻ്റെ പ്രധാന സന്ദർശനം നേരത്തെ ഏറ്റതായിരുന്നു. ഓണ്ടർപ്രനേഴ്സ് മീറ്റ് ആയതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിലാണ് നമ്മുടെ നാട് മാറിയതിന് അംഗീകരിക്കുന്നത്. സംരംഭകത്വത്തിലേക്ക് വരുന്നതിനെ എല്ലാവരും നന്നായി തന്നെ അംഗീകരിക്കുന്നുണ്ട്. അല്ല, അതിൽ നമ്മൾ കാണേണ്ടത് ആ കേസിൽ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് അവരുടെ മുൻപിലാണ് സീൽഡ് കവറിലാണ് പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുന്നത്. അത് ഗവൺമെൻറ്റിനില്ല, അഭിഭാഷകർക്കില്ല, ആകെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മാത്രമാണ് അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, എവിടെ എത്തി നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് ധാരണയുള്ളൂ. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇത് ചെറിയൊരു കേസ് പോലെ പെട്ടെന്ന് കുറ്റപത്രം കൊടുത്ത് പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല. അത് നല്ല രീതി, ഏറ്റവും മികച്ച രീതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പറഞ്ഞ എല്ലാ മന്ത്രിമാരും ഒന്നിച്ചിറങ്ങി പ്രതിരോധിക്കുന്ന 5 മന്ത്രിമാർ. യഥാർത്ഥത്തിൽ അതിനകത്ത് കാണേണ്ട ഒരു ഭാഗം, ഈ 5 മന്ത്രിമാർ ഓരോരുത്തരും ഓരോ ഭാഗം വിശദീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രതിപക്ഷ നേതാവ് അല്ലാതെ തൊട്ടപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്ന് കൈ ഉയർത്തിയാൽ അപ്പോൾ അവസരം കൊടുക്കില്ലേ? ഈ രമേശ് ചെന്നിത്തല ഒന്ന് കൈ ഉയർത്തിയാൽ അവസരം കൊടുക്കുമായിരുന്നല്ലോ, അല്ലെങ്കിൽ PJ ജോസഫ് സാറ് കൈ ഉയർത്തിയാൽ അവസരം കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അവരൊന്നും നിയമസഭയ്ക്കകത്ത് ഈ പ്രശ്നത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറായില്ല? സാധാരണ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും സംസാരിക്കാറുണ്ട്. അത് കാണിക്കുന്നത് ബഡ്ജറ്റ് സമ്മേളനം ഇതുപോലെ അലങ്കോലമാക്കിയത് സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആയതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഇവിടെ ഈ ഓണ്ടർപ്രനേഴ്സ് മീറ്റ് വളരെ മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാട് സംരംഭക അന്തരീക്ഷത്തിലേക്ക് മാറുന്നു എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ അധികം പറയുന്നതിന് പറ്റിയൊരു ഇടമല്ല എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല.